നൂറുകണക്കിന് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിർത്തിവച്ചതിന് കാരണമായ 7 മില്യൺ പൗണ്ട് വിലമതിക്കുന്ന വ്യാജ വിമാന ഭാഗങ്ങൾ വിറ്റതിന് ഒരാൾക്ക് തടവ് ശിക്ഷ. ഇംഗ്ലണ്ടിലെ സറയിലെ വിർജീനിയ വാട്ടറിൽ നിന്നുള്ള ജോസ് അലജാൻഡ്രോ സമോറ യാരല 2019-നും 2023-നും ഇടയിൽ UK കമ്പനിയായ AOG ടെക്നിക്സിന്റെ ഡയറക്ടറായിരിക്കെ ഉപഭോക്താക്കളെ വഞ്ചിച്ചതായി നേരത്തെ സമ്മതിച്ചിരുന്നു. മുൻ ടെക്നോ DJ ആയ ഇയാൾ ലോകമെമ്പാടുമുള്ള എയർലൈനുകൾ ഉപയോഗിക്കുന്ന പാസഞ്ചർ വിമാനങ്ങളിൽ ഘടിപ്പിച്ച 60,000-ത്തിലധികം വ്യാജഭാഗങ്ങൾ വിറ്റതായി സീരിയസ് ഫ്രോഡ് ഓഫീസ് അറിയിച്ചു. സൗത്ത് പാർക്ക് ക്രൗൺ കോടതി ഇയാൾക്ക് 4 വർഷവും 8 മാസവും തടവ് ശിക്ഷ വിധിച്ചു. SFIOയിലെ ഓപ്പറേഷൻസ് ഡയറക്ടർ എമ്മ ലെഗ്സൺ പറഞ്ഞത് യാരല വിശ്വാസത്തിന് നിരക്കാത്ത വിധത്തിൽ പൊതുസുരക്ഷയെ അപകടത്തിലാക്കിയെന്നാണ്. 2023-ൽ UK, US, യൂറോപ്യൻ യൂണിയൻ വ്യോമയാന ഏജൻസികൾ AOGയുടെ ഭാഗങ്ങൾ വാങ്ങുകയോ ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്തിരിക്കാവുന്ന വിമാന കമ്പനികൾക്ക് സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകിയതിനെ തുടർന്ന് വിമാനങ്ങൾ നിലത്തിറക്കി. തന്റെ ഗ്യാരേജിൽ ജോലി ചെയ്തിരുന്ന സമോറ യാരല എഞ്ചിൻ ബ്ലേഡുകൾ, ബോൾട്ടുകൾ, വാഷറുകൾ എന്നിവ വാങ്ങിയിട്ട് തന്റെ കമ്പ്യൂട്ടറിൽ വ്യാജമായി രേഖകൾ നിർമ്മിച്ച് വിൽക്കുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന പാസഞ്ചർ എയർക്രാഫ്റ്റ് എഞ്ചിനായ ബോയിങ് 737, എയർബസ് A320 എന്നിവയ്ക്ക് ശക്തി പകരുന്ന CFM 56-ൽ ഈ ഭാഗങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഭാഗങ്ങളുടെ ഉത്ഭവം, അവസ്ഥ, നില എന്നിവയെക്കുറിച്ചുള്ള രേഖകൾ വ്യാജമായി നിർമ്മിച്ച് സമോറ യാരല ഉപയോക്താക്കളെ വഞ്ചിച്ചു എന്ന് പ്രോസിക്യൂട്ടർ കോടതിയിൽ പറഞ്ഞു. ഇയാൾ വിറ്റഴിച്ച ഭാഗങ്ങളുടെ മൂല്യം ഏകദേശം 6.9 ബില്യൺ പൗണ്ട് ആയിരുന്നുവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 2023-ൽ ഒരു പോർച്ചുഗീസ് എയർലൈന് സമോറ യാരല നൽകിയ ബോൾട്ട് എഞ്ചിനിൽ ചേരാത്തതിനെ തുടർന്നാണ് ഈ കുറ്റകൃത്യം കണ്ടെത്തിയത്. ഇത് രേഖകൾ പരിശോധിക്കുന്നതിലേക്കും 2023 ഓഗസ്റ്റ് 4-ന് സുരക്ഷാ നോട്ടീസുകൾ പുറപ്പെടുവിച്ചതിനെ തുടർന്ന് വിമാനങ്ങൾ നിലത്തിറക്കുന്നതിലേക്കും നയിച്ചു. എയർലൈനുകൾക്കാകെ 39.3 മില്യൺ പൗണ്ട് നഷ്ടമുണ്ടായതായി കോടതി നേരത്തെ പരിഗണിച്ചിരുന്നു. റയാൻ എയർ, അമേരിക്കൻ എയർലൈൻസ്, എത്യോപ്യൻ എയർലൈൻസ്, TAP, എയർ പോർച്ചുഗൽ എന്നിവ നഷ്ടം സംഭവിച്ചവയിൽ ഉൾപ്പെടുന്നുണ്ട്. അമേരിക്കൻ എയർലൈൻസ് ഇവരിൽ നിന്ന് നേരിട്ട് വാങ്ങിയില്ല. പക്ഷേ ഇപ്പോഴും അതിന്റെ 28 എഞ്ചിനുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും വീഴ്ചയിൽ നിന്ന് 21 മില്യൺ പൗണ്ട് നഷ്ടമുണ്ടായെന്നും കണ്ടെത്തി. ശിക്ഷ വിധിച്ച ജസ്റ്റിസ് സൈമൺ പിക്കൻ സമോറ യാരല നിരവധി തന്ത്രപരമായ നീക്കങ്ങൾ നടത്തിയതായി പറഞ്ഞു. യാരലയുടെ കൃത്യം വിമാനയാത്ര നടത്തുന്ന ലക്ഷക്കണക്കിന് ആളുകളെ സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള നിയന്ത്രണ ചട്ടക്കൂടിന് പൂർണ്ണമായും അട്ടിമറിക്കുന്നതായിരുന്നു എന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. 8 വർഷത്തേക്ക് കമ്പനി ഡയറക്ടറായി പ്രവർത്തിക്കുന്നതിൽ നിന്ന് സമോറ യാരലയെ അയോഗ്യനാക്കി.